ഹലോ ഗൈസ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പുഡിംഗ് ഉണ്ടാക്കുക നോക്കിയാലോ. ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1/2 ലിറ്റർ പാല് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. പിന്നെ ഞാനൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പാൽ ചേർത്തിട്ട് അതിലോട്ട് 4-5 സ്പൂണ് കോൺഫ്ലവർ ചേർത്തിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇളക്കാൻ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ അതൊന്ന് ഇളക്കി വരുമ്പോൾ ഒന്ന് സെറ്റാവുകയും ചെയ്യും. നമ്മൾ നേരത്തെ ചൂടാകാൻ വെച്ചിട്ടുള്ള പാലിലോട്ട് കുറച്ച് നമ്മുടെ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ. അത് കൂടണ്ട, 1 സ്പൂണൊക്കെ മതി. പിന്നെ ഓരോരുത്തർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ഞാനിവിടെ 1 സ്പൂണാണ് ചേർക്കുന്നുണ്ടത്. അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തേക്കും ഫ്ലേവർ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. നന്നായി ഇളക്കിയതിന് ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് മധുരത്തിനായ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നും ഇപ്പില്ല. നമ്മൾ സിമ്മിൽ തന്നെ ഇട്ടാൽ മതി, തീയൊന്നും കൂട്ടി വെക്കേണ്ട. ഒന്ന് അതിലോട്ടൊന്ന് മെൽറ്റ് ആയതിന് ശേഷം നമ്മുടെ നേരത്തെ നമ്മൾ പാലിൽ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടില്ലേ, ആ മിക്സും കൂടി ഒഴിച്ചിട്ട് അതിലോട്ട് പിന്നെ കുറച്ച് നമ്മുടെ മിൽക്ക് മെയ്ഡും ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ മധുരം നേരത്തെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡിന് കുറച്ച് മധുരത്തിനും പിന്നെ ആ ഫ്ലേവറിനും വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കൈ വിടാണ്ട് ഇളക്കുക കേട്ടോ വേണ്ടത്. അടിയിൽ പിടിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് നല്ല കട്ടിയാവേണ്ട ആവശ്യമില്ല. ഒരു ഇങ്ങനെ കുറച്ചൊന്ന് കട്ടിയായി വരുന്നില്ലേ, ആ ഭാഗം മതി. നമ്മൾ ബ്രെഡ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാട്ടോ ഇതും നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ നന്നായി കട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല, ചെറിയൊരു തിക്കിലുള്ള ഇത് മാത്രം മതി. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഞാൻ തീയൊന്ന് ഓഫാക്കി വയ്ക്കുന്നുണ്ട്. ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ബ്രൗൺ കളറുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിൽ ചെറിയൊരു, ഞാൻ ഫ്രീസറിലായിരുന്നു വെച്ചിരുന്നത്, അപ്പോൾ ചെറിയൊരു കട്ടുണ്ട്, അതും ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബീറ്റർ വെച്ചിട്ട് അതിനൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കേക്കിൻ്റെ അത്ര തിക്നെസ് വേണ്ട കേട്ടോ, നമുക്ക് ചെറിയൊരു തിക്ക് മതി. അതിലോട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ഏറ്റവും ടോപ്പ് ലെയറിൽ വെക്കാനുള്ള കേട്ടോ വിപ്പിംഗ് ക്രീം. പിന്നെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് ജസ്റ്റ് നമ്മൾ പുഡിംഗ് കഴിക്കുമ്പോൾ അതൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ബദാം ഇടുന്നത്. അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് കട്ടറുള്ളതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പുഡിങ് സെറ്റാക്കാനുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ പാലിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതൊന്ന് ഫസ്റ്റ് ലെയറായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ പാത്രത്തിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഗ്യാപ്പ് ഇല്ലാണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ വേണ്ടത്. അപ്പം എനിക്ക് ഗ്യാപ്പ് വന്ന സൈഡിൽ ഒന്നും കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫില്ല് ചെയ്തിട്ടാണ് ആ ഭാഗത്ത് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സ്വീറ്റായിട്ടുള്ള ബ്രെഡ് എടുക്കുക. പിന്നെ ഡേറ്റ് നോക്കിയിട്ട് നമ്മൾ ബ്രെഡ് എടുക്കണം കേട്ടോ, നല്ലതാണോ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ല, നമ്മൾ പാലിൻ്റെ കട്ടി, ഈ കട്ടിക്കാട്ടോ നമ്മൾ പാൽ ഉപയോഗിക്കേണ്ടത്. ഈ കട്ടിക്കാണ് നമ്മൾ കോൺഫ്ലവറും മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നന്നായി ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധം ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനാണ്ട് ബൂസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ടും അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും ഞാൻ അങ്ങനെ ഒരു 3 ലെയറാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബ്രെഡ്, അതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ വെച്ചിട്ടുള്ള പാല്, പിന്നെ ബൂസ്റ്റ്, ആൽമണ്ട്, അങ്ങനെ ഒരു 3 ലെയറാട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഞാൻ അതിൽ ഫുള്ള് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നില്ല, അതിന് കുറച്ച് ഭാഗമൊക്കെ കാണിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇല്ലേ,
അതൊരു ലെയറായിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓരോ ബ്രെഡ് ലെയറും വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമും വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കഴിച്ചതിന് ശേഷമായിരുന്നു എനിക്ക് അങ്ങനെ ചെയ്താൽ മതി എന്ന് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഒരു നല്ല ടേസ്റ്റുള്ള പുഡിങ് കേട്ടോ. ഇനി ബാക്കി വന്ന ക്രീമൊക്കെ അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഒന്ന് ലാസ്റ്റത്തെ ലെയർ ആട്ടോ അതൊന്നിങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആ മിക്സ് എത്താൻ വേണ്ടിയിട്ടാട്ടോ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് ഞാൻ വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്നിങ്ങനെ കൊട്ടി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തണം കേട്ടോ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ ബൂസ്റ്റ് പൗഡർ യൂസ് ചെയ്യുന്നത്. അത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ആൽമണ്ട് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്നല്ലെങ്കിൽ വൈകിട്ട് ഉണ്ടാക്കിയിട്ട് രാവിലെ കഴിക്കുക. അല്ലെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഫ്രിഡ്ജിൽ വെക്കുക. ഇതൊന്ന് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റൊക്കെ ഒന്ന് ലെവലായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക. വീട്ടിൽ സിമ്പിൾ റെസിപ്പിയാണ്, വലിയ പണിയൊന്നുമില്ല, പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇതൊന്ന് കഴിച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല സ്വാദാട്ടോ. ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. പിള്ളേരൊക്കെ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായി പറഞ്ഞു. ഒരുവിധം എല്ലാവർക്കും കൊടുത്തു. ഫൈനൽ റിസൾട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ.